ഹായ് ഗായ്സ്, ഇത് എൻ്റെ പുതിയ വണ്ടിയാണ്. സ്പ്ലെൻഡർ E1 എഡിഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ട് ഏതാണ്ട് 6 മാസമായിട്ടുള്ളൂ. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് ആയിട്ടില്ല ഇതുവരെ. ഇനി ഒരു 2000 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാലാണ് സെക്കൻഡ് സർവീസ് ആവുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇതിനകത്ത് വന്ന കുറച്ച് കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇതിപ്പോൾ ഞാൻ ഒരു വണ്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയില്ല. ചില ആൾക്കാരുണ്ടല്ലോ, വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശമായിട്ട് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിന് വേണ്ടിയിട്ടോ അല്ല. ഇതിപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമാണ്. ഇത് വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഇങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ട് ഞാനതൊന്ന് ഇതായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം, ഇതിപ്പോൾ ഞാൻ എന്തായാലും ഷോറൂമിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും കംപ്ലയിൻ്റ്, ഒരു കംപ്ലയിൻ്റ് അല്ല, 3, 4, 5 കംപ്ലയിൻ്റൊക്കെ വന്ന് ഒറ്റ സമയത്ത് വന്നുകൊണ്ടാണ്. കാര്യം സെക്കൻഡ് സർവീസ് പോലും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഇതിനിങ്ങനൊരു ഇത് വന്നുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഒരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ അല്ല, പക്ഷേ ഇതാണ് വണ്ടിയുടെ മോഡൽ. ഇത് പുതിയതായിട്ട് ഇറങ്ങിയ മോഡലാണിത്. ഇതിനകത്ത് വേറെ വണ്ടി ഇരിക്കാൻ കണ്ടിട്ടാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല സർവീസ് കഴിയുന്നവരെ. ഇത് ഈ പറയുന്ന കണക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. കംഫർട്ടാണ് മുമ്പത്തെ വണ്ടിയേക്കാൾ. എൻ്റെ മുമ്പ് ഇരുന്നതും ഒരു സ്പ്ലെൻഡർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പ്ലെൻഡർ തന്നെ എടുത്തത്. കാര്യം എനിക്ക് അത്യാവശ്യം ലോങ് ഡ്രൈവിങ് ആവശ്യമുള്ളതുകൊണ്ട്, മൈലേജിൻ്റെ ഇതുള്ളതുകൊണ്ട്, വേണം എന്നുള്ളതുകൊണ്ടും ഈ വണ്ടി തന്നെയാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വണ്ടി തന്നെ എടുത്തിട്ടുള്ളതും. അപ്പോൾ ഇതിനുണ്ട് ഈ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് സർവീസിൽ ആകത്ത സമയത്ത് ഇത്രയും കംപ്ലയിൻറ്റ് വന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും. മാത്രമല്ല, നമ്മൾ ഒരു ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മളൊരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനിങ്ങനൊരു പ്രശ്നം നമ്മളാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. പഴയ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്പ്ലെൻഡർ തന്നെ ആയിരുന്നു. അതെനിക്ക് ടെസ്റ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് പുതിയ വണ്ടി എടുക്കുമെന്ന് പറയാം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് അത് റീടെസ്റ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞ് പുതിയ വണ്ടി എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ പുതിയ വണ്ടി എടുത്തത്. അപ്പോൾ അതേപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോകുന്നതാണ്. ഒരുപാട് ഓവർ സ്പീഡ് ചെയ്യാതെ മാക്സിമം 40-50 സ്പീഡിലാണ്. മിനിമം ഇപ്പോഴും 40 തന്നെയാണ് മിക്കവാറും പോകാറുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെ കുഴപ്പം കൊണ്ടാണ്, വേറെ തന്നെ. ഞാൻ അത്യാവശ്യം ഗട്ടറൊക്കെ ആണെങ്കിൽ ഞാൻ സ്ലോയിലേ ഓടിക്കാറുള്ളൂ. അങ്ങനെയൊക്കെ നോക്കി ചെയ്ത് ഓടിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത് പറയുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊക്കെ പറഞ്ഞുതരാം. ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൽ കണ്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എത്രത്തോളം അറിയില്ല. ഇതിൻ്റെ അകത്തൊക്കെ മണ്ണ് കയറിയിരിക്കുകയാണ്. കാര്യം ഈ ഒരു ഇൻഡിക്കേറ്ററിന് മാത്രമേ ഉള്ളൂ, മറ്റുള്ള ഇൻഡിക്കേറ്ററിലൊന്നും ആ ഒരു പ്രശ്നമില്ല. ഇത് എത്രത്തോളം അവർ ലൂസായിരിക്കുന്നതുകൊണ്ടാണോ എന്താണോ അതിൻ്റെ അകത്ത് മണ്ണ് കയറിയിരിക്കുന്നു. മാത്രമല്ല നല്ല ചെയിനടിയുണ്ട്. കാര്യം ഇത്ര നാളായതുകൊണ്ട് ഇതിന് അടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഇത് ചെയിൻ അടിക്കുന്നത് സ്വാഭാവികമാണ്, അതുകൊണ്ട് മുറുക്കിച്ചാൽ മതി. ഓക്കെ, ചിലപ്പോൾ അത് അതിൻ്റെ ഇതായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഇതേപോലെ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്കും ഒരു അടിക്കുന്ന പടക്കെന്ന് പറഞ്ഞൊരു സൗണ്ട് ആക്കി ഇപ്പോൾ കേൾക്കുന്നില്ല. റണ്ണിങ്ങിൽ നമുക്കത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. സോറി, പെട്ടെന്ന് നല്ലൊരു മഴ വന്നുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് മാറ്റി ഒതുക്കി വെച്ചു. അപ്പം അതൊരു വേറൊരു പ്രശ്നമാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൽ ഈ പറഞ്ഞ കണക്ക് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ചെയിൻ അടിക്കുക. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അതൊരു പ്രശ്നമാണ്. പിന്നെ നാലാമെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഈ i3s എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഒരു സൗണ്ട് കേട്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് എത്രത്തോളം അറിയില്ല. ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു 3-4 ദിവസമായിട്ട്. അപ്പം ഞാൻ അത് വർക്ക്ഷോപ്പിൽ കൊടുത്ത്, നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പുണ്ട്, കൊടുത്ത് നന്നാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമ്മളവിടെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ഷോറൂമിൽ ചെന്ന് എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോൾ പറയും നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് എന്തെങ്കിലും ചെയ്തതാണെന്ന് പറഞ്ഞുമാർ സർവീസിന് ഉഴപ്പ് കാണിക്കുകയോ എന്ന് ഓർത്തിട്ടാണ് ആ ഒരു പരിപാടി ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സൗണ്ട് ഇങ്ങനെ നമ്മൾ റണ്ണിങ്ങിലൊക്കെ ചില സമയത്ത് ഭയങ്കരമായിട്ട് കേൾക്കാറുണ്ട്. എന്തായാലും ഷോറൂമിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ i3s ചില സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോട്ടെ, ഇതിപ്പോൾ വർക്ക് ചെയ്തില്ല. ഇതിപ്പോൾ നമ്മളൊരു റണ്ണിങ്ങിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് സാധാരണ വർക്ക് ചെയ്യാറ്. പക്ഷേ ഇത് ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ നമ്മൾ റണ്ണിങ്ങിൽ പോയിട്ട് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുമ്പം ഇത് വർക്ക് ചെയ്യാറില്ല. i3s വർക്ക് ചെയ്യാറില്ല. അതെന്താണെന്ന് കൂടെ ഒന്ന് ചോദിക്കണം. കാര്യം നല്ലൊരു ഫംഗ്ഷനായിരുന്നു. നമുക്കിപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആകുന്നു, ക്ലച്ച് പിടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്ന നല്ലൊരു ഓപ്ഷനാണത്. പക്ഷെ അതിപ്പോൾ അതും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് ഞാനിതെന്തായാലും ഷോറൂമിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്.
കാര്യം സ്പ്ലെൻഡർ എന്ന് പറയുന്നത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളുള്ള ഇന്ത്യയിൽ നമ്പർ 1 വണ്ടിയാണ്. പിന്നെ വണ്ടിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല, പക്ഷേ ഇങ്ങനൊരു വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് ആകുന്നതിന് മുമ്പ് ഇത്രയും കംപ്ലയിൻറ്റ്സ് വന്നതുകൊണ്ടാണ് എനിക്കൊരു ഇത് വന്നത്. കാര്യം നമ്മളത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് കാര്യം പിള്ളേരുടെ കയ്യിലിരിക്കുന്നത് അവർ പാഞ്ഞു പോണ പോലെയൊന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചെയ്തിട്ടും ഇങ്ങനൊരു ഇത് ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കുള്ള കാര്യമാണ് നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതായിട്ട് ഇടുന്നത്. കാര്യം ഇതൊരു തെളിവിന് വേണ്ടി വിട്ട് വിടാം. കാര്യം നമ്മൾ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് കാണിക്കണമല്ലോ. അപ്പോൾ അത് ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, വേറെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. പക്ഷേ പലരും നമുക്ക് ചിലരും പറയാം പലരും സർവീസിനുണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പം ഇങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ്, പിന്നെ ഒരു തെളിവിന് വേണ്ടിയിട്ട് കൂടെയാണ്. കാര്യം നമ്മളിങ്ങനെ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് ഷോറൂമിലോട്ട് തന്നെ കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് വേറെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സമയത്ത് ഇപ്പം നമ്മൾ ചിലപ്പോൾ AC ഒക്കെ നമ്മൾ സ്വയമേ സർവീസ് ചെയ്ത് എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാർ പിന്നെ കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ അയ്യോ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വാറണ്ടി കിട്ടത്തില്ല, അങ്ങനെ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റാണ് ഇതിൻ്റെ ഇതാണ് സെക്കൻഡ് സർവീസാണ്. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ അവസാനം പാടാം. അതുകൊണ്ട് ഷോറൂമിലേക്ക് കൊടുക്കാൻ പോവാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ.